ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോകുന്ന ഒരു അടിപൊളി സെറ്റപ്പാണ്. സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇതൊരു സെറ്റപ്പ് തന്നെയാണ്. കാരണം നമ്മളൊരു MP4 വീഡിയോ അല്ലെങ്കിൽ നമ്മൾ എന്താ പറയുക ഒരു വീഡിയോ കണ്ടു കൊടുക്കുകയാണ്. അത് നമുക്കത് വീഡിയോ ആയിട്ടേ പ്ലേ ആവുന്നുള്ളൂ. അതിൻ്റെ ഒരു MP3 വേണമെന്നുണ്ടെങ്കിൽ അതെങ്ങനെ നമുക്ക് MP3 ആക്കാം? വളരെ സിമ്പിളായിട്ട് അതിന് ആപ്ലിക്കേഷൻ വേണ്ട, ഒന്നും വേണ്ട. വളരെ സിമ്പിളായിട്ട് നമുക്കത് MP3 ആക്കാൻ പറ്റും. ആ ഒരു ഓപ്ഷനാണെന്ന് ഞാൻ പറഞ്ഞുതരാൻ പോകുന്നത്. ഇതുപോലെ അടിപൊളി ഓപ്ഷൻസുകൾ, അടിപൊളി സെറ്റിങ്സ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് ഇനിയും അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാൻ നോക്കുക. ഇത് വളരെ സിമ്പിളാണ്. ഇതിന് ആപ്ലിക്കേഷൻ വേണ്ട. നമ്മുടെ ഫോണിലുള്ള സാധാരണ ആൻഡ്രോയിഡിലുള്ള ഫയൽ എന്ന് പറയുന്ന ആപ്ലിക്കേഷൻ ഉണ്ടായാൽ മതി. അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ ഇതിന് ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഫയൽ എടുക്കുക. ഫയൽ എടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും? ഫയൽ എന്ന് പറഞ്ഞാൽ ഫയൽ മാനേജർ കേട്ടോ. ഫയൽ മാനേജർ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. അതിൽ നമ്മൾ വീഡിയോൻ്റെ സെക്ഷൻ ഓപ്പൺ ആക്കുക. വീഡിയോ മനസ്സിലായില്ലേ? ഈ വീഡിയോ ഇപ്പോൾ ഡൗൺലോഡ്സ്, ഇമേജ്, വീഡിയോ, ഓഡിയോ, ഡോക്യുമെൻറ്റ്സ്, അങ്ങനെ ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. അതിൽ വീഡിയോ എന്നുള്ളത് ഓപ്പൺ ആക്കുക. ഈ വീഡിയോയിലുള്ള ഇതിലുള്ള ഒരു വീഡിയോൻ്റെ MP3 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ഈ വീഡിയോയിലുള്ള ഒരു MP3 വീഡിയോൻ്റെ ഒരു MP3 നമുക്ക് വേണം. പക്ഷെ അത് വീഡിയോ ഫയലായിട്ടാണ് നമ്മളിതിൽ കിടക്കുന്നത്. പക്ഷേ അതിൻ്റെ MP3 ആണ് നമുക്ക് വേണ്ടത്. അപ്പോൾ അതെങ്ങനെ MP3 ആക്കാം നോക്കാം. അപ്പോൾ അതിന് നമ്മൾ ആദ്യം ഒരു വീഡിയോ എടുക്കുക. ഒരു വീഡിയോ എടുത്തിട്ട് വീഡിയോ എടുക്കണമെന്നില്ല. ഈ വീഡിയോൻ്റെ MP3 ആണ് നമുക്ക് വേണ്ടതെങ്കിൽ നമ്മൾ ആദ്യം ഈ വീഡിയോനെ ഒന്ന് ലോങ് പ്രസ് ചെയ്തിട്ട് മാർക്ക് ചെയ്യാം. മാർക്ക് ചെയ്തിട്ട് ഈ മുകളിൽ കാണുന്ന ട്രീ ഡോട്ട് ഉണ്ടല്ലോ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ താഴത്തേക്ക് വരുമ്പോൾ കാണാം റിനെയിം എന്നുള്ളൊരു സംഭവം കണ്ടല്ലേ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ റീനെയിം ആക്കൊന്നും വേണ്ട. അതിൻ്റെ ഏറ്റവും ലാസ്റ്റ് പോരുമ്പോൾ കാണാം MP4 ഫയലായിട്ട് MP4 എന്നായിരിക്കും അത് കാണുന്നത്, MP4. പക്ഷെ അത് നമ്മൾ MP3 ആക്കിയാൽ മതി. അത് നമ്മൾ ജസ്റ്റ് ഒന്ന് മായ്ച്ച് 4 കളഞ്ഞിട്ട് അവിടെ 3 ആക്കുക. അവിടെ 3 ആക്കിയിട്ട് ജസ്റ്റ് ഓക്കെ കൊടുക്കുക. ഓക്കെ, റിനെയിം കൊടുക്കുക. റിനെയിം കൊടുത്തു കഴിഞ്ഞാൽ ഫയൽ റിനെയിം എടുത്ത് ഇങ്ങനെ ഇവിടെ അടിയിൽ എഴുതി കാണിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അപ്പോൾ നമ്മൾ ബാക്ക് പോവുക. ബാക്ക് പോയി കഴിഞ്ഞാൽ ഇപ്പോൾ അത് സംഭവം എന്തായിട്ടുണ്ടാവും എന്നറിയാം. ഇപ്പോൾ അത് MP3 ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ ആ MP3 എവിടെ നോക്കാം? ആ MP3 നോക്കണമെങ്കിൽ നമ്മൾ അവിടെ തന്നെ പോവാം. അവിടെ തന്നെ പോയിട്ട് ഫയൽ മാനേജറിൽ പോവുക. ഫയൽ മാനേജറിൽ പോയിട്ട് ഈ സെക്ഷൻ ഉണ്ടല്ലോ, ഓഡിയോ എന്നുള്ള സെക്ഷൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്കുമ്പോൾ നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ഫയൽ MP3 ആയിട്ട് കണ്ടല്ലേ. അപ്പോൾ അത്രേ ഉള്ളൂ പണി. ഇതാണ് വളരെ സിമ്പിളാണ് ഈ പരിപാടി. ഇത് വളരെ സിമ്പിളാണ്. എല്ലാവർക്കും വളരെ എളുപ്പത്തിൽ MP4 അല്ലെങ്കിൽ ഏത് ഫയലായാലും ശരി, അതിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് നമുക്കത് MP3 ആക്കി നമുക്ക് മ്യൂസിക് കേൾക്കാൻ പറ്റും. അതാണ് ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, താങ്ക് യു.